Hi everyone, my name is Rasha, an English language expert here at CLC, the pioneers in English language training in Calicut and Manjeri, and welcoming you all to this wonderful session on IELTS writing. നമുക്ക് എല്ലാവർക്കും അറിയാം IELTSൽ 4 modules ആണ് നമുക്ക് വരുന്നത്. അതിലൊന്നാണ് റൈറ്റിംഗ്. പലർക്കും ഇപ്പോഴും അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇത് എഴുതേണ്ടത്, ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, എന്ത് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ അതെല്ലാം നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ എവറിത്തിങ് വിൽ ബി ക്ലിയർഡ്. ഓക്കെ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. So first and foremost, let me tell you that നമ്മൾ IELTS writing total നമുക്ക് 1 hour ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഈ 1 hourൽ നമുക്ക് 2 tasks, that means 2 questions ആണ്. Task 1 and Task 2. ഇതിൽ Task 1 is actually different for academic and general candidates. But Task 2 is same for all. So let me first talk about Task 1. ഓക്കെ, ടാസ്ക് 1 എന്ന് പറഞ്ഞാൽ അതൊരു അക്കാഡമിക് കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ കാൻഡിഡേറ്റിന് കിട്ടുന്ന ടാസ്ക് 1ൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇമേജ് ആണ്. they learn 7 types of images. 7 different typesലുള്ള ഇമേജസ് അവർ പഠിക്കും. പക്ഷെ അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും എക്സാമിന് കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം 20 minutes ആണ്. ആ 20 minutes എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ആഫ്റ്റർ 20 minutes യു കെ നോട്ട് റൈറ്റ് ടാസ്ക് 1. അങ്ങനെയല്ല, നമുക്ക് ഓവറോൾ തരുന്ന 1 hour ഡ്യൂറേഷനിൽ നമുക്ക് 2 questions ആണ്, ടാസ്ക് 1ഉം ടാസ്ക് 2. സോ കമ്പയർ ടു ടാസ്ക് 1 നമ്മളുടെ ടാസ്ക് 2നാണ് വെയിറ്റേജ് കൂടുതൽ ആൻഡ് പ്രയോറിറ്റി. സോ അതിന് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ദിസ് ഇസ് എ റീസൺ വൈ ടാസ്ക് 1ന് നമ്മളൊരു 20 minutes സ്പെൻഡ് ചെയ്താൽ മതി. ആൻഡ് ഈ 20 minutesൽ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം മിനിമം 150 wordsൽ ഒരു ഷോർട്ട് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഷോർട്ട് റിപ്പോർട്ട് റൈറ്റിംഗ്. ഓക്കെ, ഈ റിപ്പോർട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒരു 7 types ഓഫ് ഇമേജസ് നമ്മൾ പഠിക്കും. പക്ഷേ എനി വൺ യു വിൽ ഗെറ്റ് ഫോർ ദ എക്സാം. ആ ഇമേജസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ നമുക്കത് ഒരു ലൈൻ ഗ്രാഫ് ആയിരിക്കാം, ബാർ ഗ്രാഫ് ആയിരിക്കാം, പൈ ചാർട്ട് ആയിരിക്കാം, ടേബിൾ ആയിരിക്കാം, പ്രോസസ് ഡയഗ്രാം ആയിരിക്കാം. ഈ പ്രോസസ് ഡയഗ്രാം തന്നെ ഇറ്റ്സ് ഓഫ് 2 types. നാച്ചുറൽ പ്രോസസ് ഉണ്ടായിരിക്കും, ആർട്ടിഫിഷ്യൽ പ്രോസസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. സോ ഇതിനെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ വ്യൂസോ ഇൻ്റർപ്രിട്ടേഷൻസോ ഒന്നും ഇല്ലാതെ ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞ ടാസ്ക് 1ൽ നമ്മൾ എഴുതേണ്ടത്. ആൻഡ് ഇത് ഒരു 4 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. ആ 4 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 ആണ് ടാസ്ക് അച്ചീവ്മെൻറ്റ് ആൻഡ് ടാസ്ക് റെസ്പോൺസ്. ടാസ്ക് അച്ചീവ്മെൻറ്റ് ആൻഡ് ടാസ്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ദ വേ യു റെസ്പോണ്ട് ടു എ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ പറഞ്ഞു ഒരു 7 types ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. സോ അത് ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഒരു ലൈൻ ഗ്രാഫ് എഴുതുന്ന രീതിക്ക് എക്സാക്ട്ലി സെയിം ആയിക്കൊള്ളണം എന്നില്ല. നമ്മളൊരു പ്രോസസ് ഡയഗ്രാം എഴുതുമ്പോൾ ആ രീതി ആയിക്കൊള്ളണം എന്നില്ല ഒരു പൈ ചാർട്ട് എഴുതുമ്പോൾ. സോ ഈച്ച് ഇമേജ് ഇസ് ഡിഫറെൻറ്റ്. സോ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ, ദ വേ വി റെസ്പോണ്ട്, ദ വേ വി ചൂസ് ഡേറ്റ, the way we compare things, the way we analyze things, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ക്രൈറ്റീരിയൻ ആയ ടാസ്ക് അച്ചീവ്മെൻറ്റിൽ അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 25% വെയിറ്റേജ് ആണ്. പിന്നെ വരുന്ന സെക്കൻഡ് ക്രൈറ്റീരിയൻ ആണ് കൊഹീഷൻ ആൻഡ് കൊഹിറൻസ്. ഇതിനും 25% ആണ്. ടോട്ടൽ റൈറ്റിങ്ങിൻ്റെ 25% ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൊഹീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് കണക്റ്റേഴ്സ്, അതർ വേർഡ്സ് പറയുകയാണെങ്കിൽ കൺജങ്ഷൻസ് ഉണ്ട്. ഈ കണക്റ്റേഴ്സും കൺജങ്ഷൻസും യൂസ് ചെയ്തിട്ട് നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോഴേ അത് മീനിങ് ഫുൾ ആവുന്നുള്ളൂ. അതർവൈസ് ഇറ്റ്സ് നോട്ട് മീനിങ് ഫുൾ. അപ്പോൾ നമ്മളൊരു റൈറ്റിംഗ് ചെയ്യുമ്പോഴും IELTS റൈറ്റിംഗ് എസ്പെഷ്യലി ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ഓർ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൺജങ്ഷൻസ് യൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ മീനിങ് ഫുൾ ആക്കുക, ഓർ കണക്ട് സെൻറ്റൻസസ്. ഇതാണ് കൊഹിഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കൊഹിറൻസ്. ഇറ്റ്സ് ആക്ച്വലി എ വേ ഓഫ് ലോജിക്കൽ സീക്വൻസ്. വായിക്കുന്ന ആൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ നമ്മളുടെ റൈറ്റിംഗ് അറേഞ്ച് ചെയ്യാം. സെൻറ്റൻസസ് ഒരിക്കലും കൺഫ്യൂസിങ് ആവരുത്,
ഒരു ഷഫിൾ ആയ പോലെ ഒരിക്കലും ഒരു റീഡറിന് തോന്നിക്കാത്ത വിധം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോ, നാച്ചുറൽ ഫ്ലോ കിട്ടുന്ന രീതിയിൽ എഴുതുക. ഇതാണ് കൊഹിഷൻ ആൻഡ് കൊഹിറൻസ് എന്ന് പറഞ്ഞ ഈ സെക്കൻഡ് ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനും 25%. തേർഡ് ക്രൈറ്റീരിയൻ ആണ് ലെക്സിക്കൽ റിസോഴ്സ്. ലെക്സിസ് എന്നൊരു വേർഡിൻ്റെ അർത്ഥം തന്നെ വൊക്കാബുലറി എന്നാണ്. സോ നമുക്കറിയാം IELTS ഒരു ഇൻ്റർനാഷണൽ ടെസ്റ്റാണ്. ഇതിൽ മെയിൻലി നമ്മൾ ലാംഗ്വേജ് ആണ് അസസ് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ ഈ റൈറ്റിംഗ് മൊഡ്യൂളും മെയിൻലി വാട്ട് ഡു ദേ എക്സ്പെക്ട് ഈസ് യുവർ ലാംഗ്വേജ് പവർ. സോ അത് നമുക്ക് ഷോ ഓഫ് ചെയ്യാനുള്ള ഒരേ ഒരു രീതി എന്ന് പറഞ്ഞാൽ യൂസ് എ വൈഡ് വെറൈറ്റി ഓഫ് വൊക്കാബുലറി. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഫോമൽ റൈറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻഫോർമൽ വേർഡ്സ് വെച്ചിട്ടൊന്നും യൂസ് ചെയ്യുന്നത് അത്ര ഒരു സ്യൂട്ടബിൾ അല്ല. സോ ഫോമൽ ആയിട്ടുള്ള, ലെസ് കോമൺ ആയിട്ടുള്ള, കേൾക്കുമ്പോൾ ഒരു സംതിങ് ഡിഫറെൻറ്റ് ഫീലിംഗ് ഉള്ള ആ രീതിയിലുള്ള വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വൊക്കാബുലറി ലെക്സിക്കൽ റിസോഴ്സ് ക്രൈറ്റീരിയന് യു ക്യാൻ മേക്ക് ഇറ്റ് മോർ സേഫ്. ആൻഡ് ഇതും 25% വെയിറ്റേജ് ആണ്. ലാസ്റ്റ് ക്രൈറ്റീരിയൻ ആണ് ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. സോ അതാ ഒരു ഇത് ടൈറ്റിൽ തന്നെയുണ്ട്, ഇറ്റ്സ് സിംപ്ലി ഓൾ അബൌട്ട് ഗ്രാമർ. ബിക്കോസ് ലാംഗ്വേജ് ടെസ്റ്റ് ആയിരിക്കെ ഇറ്റ് ഹാസ് എ ഗുഡ് ഡീൽ ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ഗ്രാമർ. ഓക്കെ, സോ നല്ല രീതിയിൽ എറർ ഫ്രീ സെൻറ്റൻസസ് യൂസ് ചെയ്യുക, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ലാതെ സെൻറ്റൻസസ് യൂസ് ചെയ്യുക. ഓക്കെ, എനിവേ ഇതാണ് നമ്മളുടെ റൈറ്റിംഗ് മൊഡ്യൂൾ അസസ് ചെയ്യുന്ന 4 ക്രൈറ്റീരിയ. ഓരോന്നിനും 25% വെയിറ്റേജ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമുക്കത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ഇനി മോസ്റ്റ് ഓഫ് യു വണ്ടർ ഹൗ ടു റൈറ്റ്, വാട്ട് ടു റൈറ്റ്, ഹൗ ടു എൻഡ്. ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ, IELTS റൈറ്റിംഗ് ടാസ്ക് കൊണ്ട് സ്ട്രക്ചർ അറിയാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു 3 to 4 പാരഗ്രാഫ്സിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ടാസ്ക് 1 എന്ന് പറഞ്ഞാൽ 3 to 4 പാരഗ്രാഫിൽ നമ്മൾ വെരി ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുന്നത് ആക്ച്വലി പാരഫ്രേസ് ആണ്. പാരഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്നു, അതിലെ മെയിൻ ഐഡിയ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളുടേതായ വേർഡിൽ അല്ലെങ്കിൽ നമ്മളുടേതായ രീതിക്ക് അതിനെ മറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കുന്നു, റീറൈറ്റ് ചെയ്യുന്നു ഓർ റീഫ്രേസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പാരഫ്രേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു ഇൻ യുവർ ഫസ്റ്റ് പാരഗ്രാഫ്. അതിന് മാക്സിമം ഒരു 2 sentences ആക്ച്വലി ഇനഫ്. 2 സെൻറ്റൻസിൽ പാരഫ്രേസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് പാരഗ്രാഫാണ് ടാസ്ക് 1ൻ്റെ ഓവറോൾ പാരഗ്രാഫ്. ഓവറോൾ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്കൊരു ഇമേജാണ് കിട്ടുന്നത്. അതൊരു ലൈൻ ഗ്രാഫോ ബാർ ഗ്രാഫോ എനി ഇമേജ്. ആ ഇമേജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എ ഗ്ലാൻസ് നമുക്ക് വാട്ട് യു ഫീൽ, എന്ത് തോന്നുന്നു, വാട്ട് ആർ ദ മേജർ ചേഞ്ചസ്, വാട്ട് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ്. ടാസ്ക് 1 എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ എബിലിറ്റി ടു കമ്പയർ തിങ്സ്, എബിലിറ്റി ടു തിങ്ക് അനലിറ്റിക്കലി, ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിലെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്, കോൺട്രാസ്റ്റ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് ഒരു മാക്സിമം 2 sentences കൺസൈസ് ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഓവറോൾ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതുന്നത്. അതും ഒരു 2 sentences എഴുതിയാൽ മതി മാക്സിമം. നോ നീഡ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. പക്ഷേ ആ 2 sentences മേക്ക് ഷുവർ ദാറ്റ് യു ആർ കവറിങ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്. അത് മാത്രമല്ല, റിമെമ്പർ, അധികാർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ടാസ്ക് 1 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ് ഓവർവ്യൂ. Your ability to write a good overview really matters in your scoring. So always be careful, always be wise when you write an overview paragraph. എപ്പോഴും ഒരു overview paragraph എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. Your ability to be selective, your ability to choose data, that really matters. Okay, anyway, overview paragraph എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. വാല്യൂസോ നമ്പേഴ്സോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ലൈക്ക് എ കൺസൈസ് റൈറ്റിംഗ്, ഓക്കെ, എ ജിസ്റ്റ് റൈറ്റിംഗ് ഐ വുഡ് സേ, അതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് നമ്പേഴ്സും വാല്യൂസും വെച്ചിട്ട് നമ്മൾ ഓവർവ്യൂവിൽ ഒരിക്കലും ഒന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നതാണ് ഈ ടാസ്ക് 1 ബോഡി പാരഗ്രാഫ്സ്. ഈ ബോഡി പാരഗ്രാഫ്സ് 1 ബോഡി പാരഗ്രാഫ് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, 2 ബോഡി പാരഗ്രാഫ്സും എഴുതാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ വേ you write and the data you get. Okay,
അപ്പോൾ ഒരു ബോഡി പാരഗ്രാഫ് ആയാലും രണ്ടെണ്ണം ആയാലും ഈ ബോഡി പാരഗ്രാഫിലാണ് നമ്മൾ ഓവർവ്യൂവിൽ ഹിൻറ്റ് കൊടുത്ത കാര്യങ്ങൾ നമ്മളൊരു ഇത്തിരിയുടെ ഡീറ്റെയിൽ ആയിട്ട് വാല്യൂസ് വെച്ചിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് പെർസെൻറ്റേജസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ബോഡി പാരഗ്രാഫിലാണ്. Okay, so I hope you have got an idea about how to write a task 1. And next, പിന്നെ നമ്മൾ ടാസ്ക് 1നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് ഡോൺസ്. ലെറ്റ് മീ ടെൽ യു സം കൈൻഡ് ഓഫ് ഡോൺസ്. അതായത് നമ്മൾ ടാസ്ക് 1ൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. അതിലൊന്നാണ്, ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫോമൽ റൈറ്റിംഗ് ആണ്. സോ യു ഹാവ് ടു ബി മൈൻഡ്ഫുൾ ടു കീപ്പ് എ ഫോർമാലിറ്റി ത്രൂ ഔട്ട് യുവർ റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ ടാസ്ക് 1 എഴുതുമ്പോൾ ഒരിക്കലും പേഴ്സണൽ ആവരുത്, എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആവരുത്. ലൈക്ക് നിങ്ങൾ കാണുന്ന ഒരു സബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ അതൊരിക്കലും ടാസ്ക് 1ൽ വരാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് ഫോമൽ റൈറ്റിംഗ് ആണ്. സോ ഓൾവേസ് റൈറ്റ് ഇൻ തേർഡ് പേഴ്സൺ. ഇറ്റ്സ് ദ ബെസ്റ്റ് പ്രിഫറബിൾ ടു റൈറ്റ് ഇൻ തേർഡ് പേഴ്സൺ. ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതല്ലാതെ പിന്നെ നമ്മൾ ഒരുപാട് ഇൻഫോർമൽ വേർഡിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടാസ്ക് 1ൽ യൂസ് ചെയ്യുന്നത് നോട്ട് പ്രിഫറബിൾ. Okay, so these are certain basic things about IELTS Writing Task 1 of academic candidates. So നമുക്കൊരു മാപ്പ്, നമ്മളെ 7 ടൈപ്സിൽ ഒന്നായ മാപ്പ്, നമുക്കൊന്ന് ഒരു മാപ്പ് എങ്ങനെ നമ്മൾ IELTS Writing Task 1ൽ എഴുതണം എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒരിത്തിരി ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ the maps below show a bookstore in 2000 and now. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് നിങ്ങൾക്ക് ഒരു മാപ്പ് 2000ലെയും നൗ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് രീതിക്കുള്ള സ്കെച്ച് ഓൾസോ യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാരഫ്രേസിംഗ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പാരഫ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ റീറൈറ്റ്, വായിച്ചിട്ട് അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ നമ്മളുടെ രീതിയിൽ റീറൈറ്റ് ചെയ്യുന്നതാണ് പാരഫ്രേസ്. സോ നമുക്ക് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ലാംഗ്വേജ്. സോ ഓരോ കാൻഡിഡേറ്റിനും ഓരോ ഡിഫറെൻറ്റ് രീതിയാണ് ഒരു ലാംഗ്വേജ്, ഒരു സെൻറ്റൻസ് ഏതൊക്കെ രീതിയിൽ എഴുതാം എന്നുള്ളത്. സോ ദർ ഇസ് നോ പെർട്ടിക്കുലർ വേ, അല്ലെങ്കിൽ ദർ ഇസ് നോ പെർട്ടിക്കുലർ വേർഡ്സ് ദാറ്റ് യു ഹാവ് ടു യൂസ് ഹിയർ. അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ വേ ഓഫ് റൈറ്റിംഗ്. ആഫ്റ്റർ ഓൾ സെൻറ്റൻസസിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവരുത്, എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവരുത്. ആൻഡ് ടെൻസ് ഓൾസോ യു ഹാവ് ടു be very careful to use. Okay, ടാസ്ക് 1ൽ എപ്പോഴും എല്ലാവർക്കും വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ടെൻസ്. നമുക്ക് ഏത് ഇയറാണോ തന്നത് ആ ഇയറിനനുസരിച്ചിട്ടുള്ള ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ 2000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പാസ്റ്റ് ഇയർ ആണ്. സോ നമ്മൾ ആ 2000നെ പറ്റി പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. നൗ എന്നുള്ള പിക്ചറിൽ അത് പ്രസൻറ്റ് ആണ്. സോ അവിടുത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. എനിവേ, കം ബാക്ക്, വിൽ സ്റ്റാർട്ട് വിത്ത് പാരഫ്രേസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ പാരഫ്രേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, the given maps illustrate how does a bookstore appear at present compared to the year 2000. ഇത് ഒരു way of paraphrasing ആണ്, and this is not the only way. Okay, അല്ലെങ്കിൽ പറയാം the given maps compare the current appearance, അല്ലെങ്കിൽ how does a bookstore look currently compared to 2000. ഇല്ലെങ്കിൽ പറയാം how a bookstore has been altered compared to 2000. അല്ലെങ്കിൽ പറയാം the given maps illustrate the changes a bookstore underwent compared to 2000. So അല്ലെങ്കിൽ നമുക്ക് over the course, that is another way. The given maps illustrate the changes happened for a bookstore over the course of 2 decades. Okay, 24 years ആണ്. We are in 2024 now. So 2000ൽ സംഭവിച്ചത് ഇപ്പം 24 years ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഓവർ ദ കോഴ്സ് ഓഫ് 2 decades. ഇപ്പം ഞാനൊരു 4 or 5 ഡിഫറെൻറ്റ് വേസ് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല രീതിക്കും ഇങ്ങനെ പാരഫ്രേസ് ചെയ്യാം. ഇതിലേത് എഴുതിയാലും ഇറ്റ്സ് കറക്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് പാരഫ്രേസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓവർവ്യൂ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓവർവ്യൂ ആണ് ഒരു ടാസ്ക് 1ൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ വെൻ യു റൈറ്റ് എൻ ഓവർവ്യൂ, ഓൾവേസ് ബി വെരി കെയർഫുൾ. യു ഡി നോട്ട് ഗോ ഫോർ എൻ എലാബറേറ്റഡ് സെൻറ്റൻസസ്. എപ്പോഴും ചെറുതായിട്ട് എഴുതാം, പക്ഷേ ആ എഴുതുന്നത് ഷുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ഇമേജ്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു മാപ്പാണ്. സോ അതിൻ്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 2000 ഉണ്ട്, നൗ എന്ന് പറഞ്ഞ 2
ഡിഫറെൻറ്റ് ഇമേജസ് ആണ് ഇതിൽ നമുക്ക് മേജറായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഓവർവ്യൂവിൽ എഴുതേണ്ടത്. സോ what are the different changes where you feel when you look at this map? Okay, especially I feel left side. You know, I must tell you one more thing. നമുക്ക് മാപ്പ് രണ്ട് രീതിയിൽ എക്സാമിന് വന്നേക്കാം. ഒന്ന് ഔട്ട്ഡോർ മാപ്പ്, രണ്ടാമത്തത് ഇൻഡോർ മാപ്പ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഡോർ മാപ്പാണ്. ഇൻഡോർ മാപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കമ്പസ് ഉണ്ടാവില്ല, ഡയറക്ഷൻസ് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ പോലും നമുക്ക് റൈറ്റ്, ലെഫ്റ്റ്, അറ്റ് ദ ബാക്ക് ഓഫ് ദ ബുക്ക് സ്റ്റോർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ഒരു ഔട്ട്ഡോർ മാപ്പാണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ ഡയറക്ഷൻസ് വിത്ത് കമ്പസ്. കമ്പസ് ഒരുപക്ഷെ കമ്പസ് നിങ്ങളുടെ ഇമേജിലുണ്ടാവും, അല്ലെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ലൈക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, പിന്നെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള വേർഡ്സും നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് വേർഡ്സ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ രീതിയിൽ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രൻസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻട്രൻസ് എന്നും നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബുക്ക് സ്റ്റോറാണ് ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചത്. കാണുന്നുണ്ടോ? 2000 ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിക്ഷൻ, ദർ വാസ് ജസ്റ്റ് എ സെക്ഷൻ ഫോർ എ ഫിക്ഷൻ. ഓക്കെ, പക്ഷേ അത് നൗ അതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഹാസ് ബീൻ segregated, that has been divided into 1, 2, 3, 4, 4 different sections for art, hobbies, cookery, fiction. So ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് കഫേസ് വിത്ത് ടേബിൾസ് ആൻഡ് ചെയർസ്. അപ്പം നമ്മൾക്ക് അത് പറയാം. നമ്മൾ ഓവർവ്യൂവിൽ ഇപ്പം തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി പറയാൻ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വന്നതും പിന്നെ towards the center of the bookstore. Currently there is a cafe along with the arrangements of tables and chairs. അപ്പോൾ ഈ രണ്ട് കാര്യവും ഒരു സെൻറ്റൻസ് ആയിട്ട് ഓവർവ്യൂവിൽ പറഞ്ഞാൽ മതി. ഹൗ ടു സേ എപ്പോഴും ഒരു ഓവർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പം in order to grasp the attention of your reader you can start like overall എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ആസ് എൻ ഓവർവ്യൂ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് എ ഗ്ലാൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ മേജർ പോയിൻറ്റ്സ് ആണ് നമ്മൾ എഴുതുന്നത്. സോ അറ്റ് എ ഗ്ലാൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബുക്ക് സ്റ്റോർ there was a section, there was a wider section there was a rectangular shaped section for fiction, but at present, the way you might have noticed, ഞാനിപ്പോൾ യൂസ് ചെയ്ത ബട്ട് എന്നുള്ളൊരു വേർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള യൂസേജസിനെയാണ് നമ്മൾ കൊഹിഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ ബട്ട് യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ that sentence won't be meaningful, right? So ഇപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെ സെൻറ്റൻസസ് കണക്റ്റേഴ്സ് വെച്ചിട്ട് പ്രോപ്പർലി കണക്ട് ചെയ്യണമെന്ന്. സോ ബട്ടിന് പകരം however യൂസ് ചെയ്യാം. However, at present, പിന്നെ നമ്മൾ വരുന്നത് now എന്ന ഇമേജിലേക്കാണ്. Okay, at present, that same section has been divided for 4 different items like books on art, hobbies, cookery, fiction. അത് ഈ ആർട്ട്, ഹോബീസ്, കുക്കറി, ഫിക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിലും നമുക്കതിനെ ഷോർട്ടായിട്ട് ഇറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് വിത്ത് 4 സബ്സെക്ഷൻസ് എന്ന് മാത്രം എഴുതിയാൽ മതി. അതൊരു ഓവർവ്യൂ പാരഗ്രാഫ് ആയതുകൊണ്ട്. ബോഡി പാരഗ്രാഫിലാണ് നമ്മളത് ഒത്തിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് കഫേ ആൻഡ് ടേബിൾ ആൻഡ് ചെയർ അതിനെ പറ്റി പറയാം. സോ അതൊരു നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം in 2000 in the middle of the bookstore there were sections for cookery, hobbies and art. At the same time, at present or currently, അല്ലെങ്കിൽ at the same time, its present appearance, its present settings, its present arrangement is for a cafe with tables and chairs. So അവിടെ നമ്മൾ അതിനെ കമ്പയർ ചെയ്തു. ദിസ് ഈസ് എ വേ യു ഹാവ് ടു കമ്പയർ ആക്ച്വലി. ഒരേ കാര്യം, ഒരേ കോൺസെപ്റ്റ്, മാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഏരിയ,
അതിന് 2000-ലും ഇപ്പോഴും ആ ഏരിയയിൽ എന്ത് മാറ്റം വന്നു. ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു റൈറ്റ്. അല്ലാതെ നമ്മൾ 2000 ഇയറിനെ പറ്റി ഒരു പാരഗ്രാഫിലും നൗ എന്നുള്ള ഇയർ വേറൊരു പാരഗ്രാഫിൽ എഴുതുമ്പോൾ ദാറ്റ്സ് നോട്ട് എ ഗുഡ് കമ്പാരിസൺ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ എഴുതാൻ പറ്റുന്നത് ന്യൂ ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, ബട്ട് അതിനൊരു ചേഞ്ചും ഇല്ല. സർവീസ് ഡെസ്ക് ഉണ്ട്, അതിനൊരു ചേഞ്ച് ഇല്ല. പക്ഷേ ഫിക്ഷൻ നോൺ ഫിക്ഷൻ സെക്ഷനായി മാറിയിട്ടുണ്ട്. സോ ഒരു എക്സ്ട്രാ രണ്ടാമതൊരു സെൻറ്റൻസ് എന്നുള്ള രീതിക്ക് സ്പെഷ്യലി നമുക്ക് എഴുതി സ്റ്റാർട്ട് ചെയ്യുമ്പം തോന്നാം എനിക്ക് വേർഡ് കൗണ്ട് 150 ആവുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് പ്രിഫറബിൾ ടു റീച്ച് ഇൻ 150. ഓക്കെ, മാക്സിമം ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ പോലും മിനിമം 150 എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. സോ അങ്ങനെ നമുക്ക് വേർഡ് കൗണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടെ എഴുതാം. That means the corner towards the end of the bookstore, there was a corner for fiction books, and now it has been replaced by non-fiction section. Again, now it has been arranged for non-fiction books. This way you can arrange or compare each other. This is the way you can write the overview. ഇനിയുള്ളത് 2 ബോഡി പാരഗ്രാഫ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോഡി പാരഗ്രാഫ് 1 എഴുതാം, 2 എഴുതാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേറ്റ വി ഗെറ്റ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മാപ്പിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 2 ബോഡി പാരഗ്രാഫിലേക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത് ഉണ്ടാകും. ആൻഡ് ബോഡി പാരഗ്രാഫ് മാപ്പിൻ്റെ ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ ഐ വുഡ് സജസ്റ്റ് യു ക്യാൻ റൈറ്റ് ഡയറക്ഷൻ വൈസ്, സൈഡ് വൈസ്. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡി പാരഗ്രാഫിൽ റൈറ്റ് സൈഡിൽ ഈ മാപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ആൻഡ് നെക്സ്റ്റ് ബോഡി പാരഗ്രാഫിൽ ലെഫ്റ്റ് സൈഡിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസിലും എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. ദിസ് വേ യു ക്യാൻ റൈറ്റ്. ഓക്കെ, സോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോഡി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ദ ഫിക്ഷൻ, നേരത്തെ പറഞ്ഞ ഫിക്ഷൻ സെക്ഷൻ ഫോർ ഫിക്ഷൻ, റെക്ടാങ്കുലർ section for fictional books has been replaced by a special arrangement for different genres of book. കാരണം ഒരു genre മാത്രമല്ല, different genres of book, art, hobbies, cookery and fiction. എന്നിട്ട് നെക്സ്റ്റ് സെൻറ്റൻസിൽ എഴുതാം even though. So അവിടെയും നമ്മളൊരു കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. Again you are going to your second criterion, cohesion and coherence. Even though in 2000 the corner of the bookstore was kept for fictional books, currently or at present it is for non-fictional books. This is the way you can write. ഇനി 1 more sentence നമുക്ക് ഈ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ എഴുതണമെങ്കിൽ ന്യൂ ബുക്സിൻ്റെ സെക്ഷൻ, പിന്നെ അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ന്യൂ ബുക്സിൻ്റെ സെക്ഷൻ ആക്ച്വലി ഡസൻ ഹാവ് എനി ചേഞ്ച്. അതുമാത്രമല്ല ട്രാവൽ, ന്യൂ ബുക്സ്, സർവീസ് ഡെസ്കും കൂടെ ഉണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് 2000-ലായാലും പ്രസൻറ്റിലായാലും ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ ആ ചേഞ്ച് ഇല്ലാത്തതൂടെ ഫസ്റ്റ് BPയിൽ പറയാം. 3 ചേഞ്ച് ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ 3നെയും നമുക്ക് ഒരു സെൻറ്റൻസിൽ വെച്ചിട്ട് പറയാം. നോട്ടബിളി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നോട്ടബിളി സെക്ഷൻ ഫോർ ട്രാവൽ, ന്യൂ ബുക്സ് ആൻഡ് സർവീസ് ബുക്സ് ഹാസ് നോട്ട് ബീൻ ചേഞ്ച്ഡ്. അപ്പം ദാറ്റ് ഈസ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. അതിന് മാറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് എനഫ് ഫോർ യുവർ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. Then you can write your second body paragraph. This second body paragraph you can concentrate mainly non-fiction section മാത്രമല്ല, section for cookery, hobbies, art. ഈ സെക്ഷനെ മാറ്റിയിട്ട് there is a cafe with table and with the facilities of table and chair have been introduced. So ഈ ഒരു കാര്യം സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ ഒരു ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അത് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് പറയാം, ഇൻ 2000 adjacent to the fictional section there was a counter, there was different counters for art, hobbies and cookery, along with a section for non-fiction. All these amenities, all these arrangements have been അവിടെ നമുക്ക് ഡിഫറെൻറ്റ് വേർഡ്സ് ആക്ച്വലി യൂസ് ചെയ്യാം. ഇവിടെ കുറച്ചുകൂടെ സ്യൂട്ടബിൾ. ഓൾ ദീസ് amenities have been
changed to a cafe with the arrangements of table and chair. This way you can write you can compare two different images. Okay, so maps, as far as maps are concerned, map എന്നുള്ള ഈ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ടെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഇയേഴ്സ് ആയിരിക്കും അവർ തരിക. ഇപ്പോൾ തന്നത് 2000 ആണ്. 2000 ഒരു പാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. നൗ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് അപ്പോൾ പ്രസൻറ്റ് ടെൻസും അതാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ഫ്യൂച്ചർ ഇയർ ആണ് തന്നതെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ പ്രസൻറ്റിൽ തന്നെ നമുക്കത് പാസീവ് വോയിസിലും ആക്റ്റീവ് വോയിസിലും പറയാം. അത് ഹാസ് ബീൻ വെച്ചിട്ട് പറയാം. ഈസ് നൗ പ്രസൻറ്റ്, ഈസ് സീൻ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രസൻറ്റിൽ ഉള്ള ഒരു ഇമേജ് കിട്ടുമ്പം ശ്രദ്ധിക്കേണ്ടത്. അത് പാസ്റ്റ് ആവുമ്പോൾ വാസ് പറയാം, ദ വാസ് സംതിങ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് പ്രത്യേകം യൂസ് ചെയ്യുക. സോ ദിസ് ഈസ് ദ മെയിൻ തിങ് യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു റൈറ്റ് എ map. Okay, so that's all about IELTS writing task 1, especially map. ഇനിയുള്ള വീഡിയോസിൽ you can expect different types of questions on ഇനിയും വീണ്ടും മാപ്പിനെ പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ മറ്റ് ഇമേജസിനെ പറ്റി ടാസ്ക് 2ന്റെ സ്പെഷ്യൽ ക്ലാസ്സസ് you'll be having, and along with that you'll be getting detailed sessions on other 3 modules of IELTS. So please stay tuned and happy learning. All the best.